നമ്മളിവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സ്റ്റീഫൻ ചർച്ചിൻ്റെ അവിടെ ഒരു ഗ്രാൻഡ്മ പണ്ട് യൂറോപ്പിൽ നിന്ന് ഒരു 5.5 മാസമുള്ളപ്പോൾ വന്നിവിടെ താമസിച്ചതാ അവരുടെ ഫാമിലീസൊക്കെ ആയിട്ട്. ഇപ്പോൾ ഗ്രാൻഡ്മ പിന്നെ തിരിച്ചു പോയില്ല. പക്ഷെ എന്നും സൺഡേസിൽ ഗ്രാൻഡ്മ അവരുടെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ചർച്ചിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് സെയിൽ ചെയ്യും. അപ്പോൾ ഇപ്പോൾ അത് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഞാൻ കുറേ റീൽസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ നല്ല തണുപ്പുണ്ട്. പക്ഷെ ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് ഇവിടെ കുറച്ച് വെയിലുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് വിടാന്നിരിക്കും. പിന്നെ അതുപോലെ തന്നെ ബെറി ചോക്ലേറ്റ് എന്തോ മോഡീസ് എന്തോ ആണ് പറയുന്നത്, കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. അവിടെ ഇതേപോലെ അവിടുത്തെ സ്പെഷ്യൽ സാധനമാണ് ബെറീസ് പറഞ്ഞാൽ ഈ സ്ട്രോബെറി ഒക്കെ നിറച്ചും ഫില്ല് ചെയ്തിട്ട് അവരുടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് അതിൽ മെൽറ്റ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ്. അപ്പോൾ ആ സാധനമൊക്കെ ട്രൈ ചെയ്യണം. അമ്മയും അച്ഛനൊക്കെ പിന്നെ അവിടെ നിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഹോട്ടലിൻ്റെ താഴെ തന്നെ അവരുടെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർ പെട്ടെന്ന് അങ്ങോട്ട് അട്രാക്റ്റീവ് ആവത്തില്ല, കുറച്ച് താഴെ ആയതുകൊണ്ട്. പക്ഷെ ഞാൻ ഇതൊക്കെ കണ്ടുപിടിക്കുമല്ലോ, അങ്ങനെ ഞാൻ താഴെ പോയി കുറേ നേരം അവിടെ പോയി. തണുപ്പുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി ഇരിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ചൂടൊക്കെ ഫീൽ ചെയ്യും. അതിനൊക്കെ ശേഷം പിന്നെ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കാൻ വേണ്ടി തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇപ്പോൾ കുറച്ച് ഡേയ്സ് മുന്നേ ആയതുകൊണ്ട് സ്റ്റുഡൻസൊക്കെ ഒരു മൺഡേ തേഴ്സ്ഡേ ആ ടൈമിലൊക്കെ ആവുമായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ മൺഡേയിൽ ചെന്നാൽ മതി. നിൽക്കണം എന്നുണ്ടെങ്കിൽ നിൽക്കാം. നമുക്ക് നമ്മുടെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്റ്റലിലൊക്കെ. നിൽക്കണം എന്നുണ്ടെങ്കിൽ നിൽക്കാം. പക്ഷെ ഞാൻ നിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ സീനിയർ ലോ സ്റ്റുഡൻസിൻ്റെ കൂടെയോ MBBS പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ കൂടെയൊക്കെ ഞാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ അത് അവർക്കും ബുദ്ധിമുട്ടായിരിക്കും, എനിക്കും ബുദ്ധിമുട്ടായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം ആണെങ്കിലും. അങ്ങനെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ. സോ ഞാൻ അമ്മയും അച്ഛനും വീട്ടിലോട്ട് പോയി. വേറെ പണി നോക്കിയിട്ടില്ല, വീട്ടിലോട്ട് പോരും. ഞങ്ങൾക്ക് എപ്പോഴും എൻ്റെ നാട്ടിലേക്ക് പോകുന്നതിനെക്കാട്ടും ഈസിയാണ് ഇങ്ങോട്ടേക്ക്. ഞങ്ങളുടെ നാട്ടിൽ പോയാൽ ഏകദേശം ഒരു 390-400 കിലോമീറ്റർ ഉണ്ട്. അതിനെക്കാട്ടും നല്ലതല്ലേ ഒരു 120-150 കിലോമീറ്റർ കൂട്ടിട്ട് വരും. അപ്പോൾ 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് ജസ്റ്റ് കറങ്ങി ഫുഡ്സൊക്കെ ട്രൈ ചെയ്തിട്ട് പോകാൻ പറ്റും. എന്താണ് സംഭവം. പിന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഗ്രാൻഡ്മയുടെ അവിടെ പോകുന്ന സ്റ്റീഫൻ ചർച്ചിൽ പോകുന്ന സമയത്ത് ആ ഗ്രാൻഡ്മ അവിടെ ഉണ്ടോ എന്നുള്ളത്. കുറേ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാൻഡ്മ ഇപ്പോൾ അവിടെ ഇല്ല, മരിച്ചു പോയി എന്നൊക്കെ. പാവം ഗ്രാൻഡ്മേനെ മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചാണ് കാണണം എന്നുള്ള അത്ര ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പോയപ്പോഴത്തേക്കും എൻ്റെ ആഗ്രഹമുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ പുള്ളിക്കാരത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്നേഹമായിരുന്നു. അവിടെ ഓൾമോസ്റ്റ് ചെന്നപ്പോഴത്തേക്കും ഫുഡെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭാഗത്തിൽ 2 ബീഫ് ബർഗർ മാത്രം ലാസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ജാമൊക്കെ. അങ്ങനെ ഞാൻ പാറുവിൻ്റെ നാട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോബെറി ജാമും വാങ്ങി, ഒരു ബീഫ് ബർഗറും വാങ്ങി. ബീഫ് ബർഗർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി ഒതൻറ്റിക് ടേസ്റ്റ് എന്ന് വേണം പറയാൻ. നമ്മൾ ഗോവയിലൊക്കെ പോകുമ്പോൾ അവരുണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ഫോറിൻ സാധനം ഉണ്ടല്ലോ, അതേ ഒരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ആ സ്റ്റീഫൻ ചർച്ചിലൊക്കെ ഒന്ന് ജസ്റ്റ് ചുറ്റിയൊക്കെ ഇറങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അമ്മൂമ്മേനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം എനിക്ക് അത്ര ക്ഷമയില്ല, ഞാൻ കാറിലിരുന്ന് തന്നെ ആ ബീഫ് ബർഗർ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചീസ് വരെ ഹോം മെയ്ഡ് സാധനമാണ്. നമുക്ക് ഭയങ്കര ഫ്രഷ് സാധനമാണ്. എന്തായാലും ഊട്ടി വരുന്ന ആൾക്കാർ നിങ്ങൾ വേറെയുള്ള ഫുഡ്സൊക്കെ ട്രൈ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെയുള്ള ഫുഡ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ പോകുന്ന വഴിക്ക് തന്നെ വേറൊരു ചർച്ചുണ്ട്, ആ ചർച്ചിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആ ചർച്ചിലാണെങ്കിൽ ഈ കോലം വരയ്ക്കുക എന്നുള്ള രീതി പോലെ തറയിലൊക്കെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം ഞങ്ങൾ മോഡീസ് എന്ന് പറഞ്ഞിട്ടൊരു ബെറി ചോക്ലേറ്റ് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ ഇരിക്കുകയായിരുന്നു. പിന്നെ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. കുറേ പേരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഗ്രാൻഡ്മ ഇപ്പം അവിടെ ഇല്ല, ഇപ്പം അവിടെ അങ്ങനെ സെയിലൊന്നും നടക്കുന്നില്ല എന്നൊക്കെ. രണ്ടും കൽപ്പിച്ചിട്ടാണ് ഞാൻ ആ ചർച്ചിലോട്ട് പോയത്. പോയി ഞാൻ ചെന്നപ്പം കാറിലിരിക്കുകയായിരുന്നു. അപ്പോൾ നോക്കിയപ്പം അങ്ങനെയൊന്നും ഇല്ല. അപ്പം ഞാനങ്ങനെ രണ്ടും കളിപ്പിച്ചോണ്ട് ഇറങ്ങിയപ്പോൾ സൈഡിൽ ഇങ്ങനെ ഗ്രാൻഡ്മ. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നി ഇതേപോലെ ഞാൻ റീല് കണ്ടിട്ടാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്. സോ അതുപോലെ റീല് കണ്ടിട്ടൊക്കെ വരുന്ന ആൾക്കാരായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. നല്ല ഫ്രഷായിട്ട് എല്ലാം, എന്താ പറയുക, ബർഗർ, ബീഫ് ബർഗർ. പിന്നെ ഞാൻ ബീഫ് ബർഗറാണ് വാങ്ങിച്ചത്. ബീഫ് ബർഗർ, അതിൽ ചീസ് വരെ ഹോം മെയ്ഡാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ടൊമാറ്റോ സോസ് ഹോം മെയ്ഡ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഹോം മെയ്ഡ് ഫ്രഷ് സാധനമാണ്. അതുപോലെ തന്നെ അവരുടെ സ്ട്രോബെറി ജാമ, ലെമണിൻ്റെ എന്തോ ഇതൊക്കെ ഉണ്ട്, ഓറഞ്ചിൻ്റെ അത്. അവിടുത്തെ റെസിപ്പീസൊക്കെ വെച്ചിട്ടുണ്ടാകുന്ന ആയിരിക്കാം. എല്ലാം ഹോം മെയ്ഡ് ഫ്രഷ് സാധനം. ബീഫ് ബർഗറിന് 250 സംതിങ് ആണ് വരുന്നത്. അങ്ങനെ
റേറ്റ് ഉണ്ട്, പക്ഷെ അതിനുള്ള വേർത്ത് സാധനമാണ്. നല്ല ടേസ്റ്റുള്ള നല്ല ഫ്രഷ് സാധനമാണ്. ഊട്ടിയിൽ വരുന്ന ആൾക്കാർ എന്തായാലും ഇത് മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. നമ്മളെപ്പോഴും ഈ സിറ്റിയിൽ കിടന്ന് കറങ്ങാതെ ഇങ്ങനെയുള്ള ഹിഡൻ സ്പോട്ടുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോഴാണല്ലോ കുറച്ചും കൂടെ. അതുപോലെ ഇനിയിപ്പം ഞാൻ പറഞ്ഞ ബെറി ചോക്ലേറ്റ് മേടിക്കാൻ വേണ്ടി പോകണം. ഇപ്പം ഞങ്ങൾ ഈ ചർച്ചിലോട്ട് വന്നതാണ്. ഈ ചർച്ചിൽ വന്നിട്ട് ഈ ചർച്ചിൽ ഇതേപോലെ തറയിലൊക്കെ കണ്ടോ കോലം വരയ്ക്കുന്നതിൻ്റെ ഇതുപോലത്തെ സാധനമുണ്ട്. കോലമല്ല വേറെ എന്തോ ഇതാണ്, പക്ഷെ അതേപോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് താഴെ പോകാൻ വിചാരിച്ചു. തൊട്ട് താഴെയാണ് അവരുടെ ആ ഒരു ബ്രാഞ്ച്. അവർക്ക് കുറേ ബ്രാഞ്ച് ഉള്ളതാ ഞാൻ പറഞ്ഞ ഈ മോഡീസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ ഇവിടെ ഈ ഊട്ടിയിൽ തന്നെ ഞാനിപ്പോൾ 2 ബ്രാഞ്ച് കണ്ടു അവരുടെ. ഒന്ന് ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ അവിടെയും ഒന്ന് ഈ ചർച്ചിൻ്റെ താഴെ. വൈകുന്നേരം വന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ആ ചർച്ചിന് താഴെയാണ് ഈ മോഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ്. അങ്ങനെ അവിടെ കയറി അവിടുത്തെ സ്ട്രോബെറി എന്നുവെച്ചാൽ ബെറി ചോക്ലേറ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് അവിടുത്തെ ഒതൻറ്റിക് സാധനം. അതല്ലാതെ ചീസ് കേക്ക് പിന്നെ അല്ലാതെ കുറേ ഐറ്റംസൊക്കെ അവിടെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം സാധനങ്ങൾ അവിടെ അവർ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെന്ന്. ഭയങ്കര അടിപൊളി സാധനങ്ങൾ, നമ്മൾ ബേക്കറിയിൽ പോലും കാണാത്ത അത്രയും വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ ഞാൻ ഇവിടുത്തെ ഈ ബേക്കേഴ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു വൈകുന്നേരം വന്നിട്ട് ഇതൊക്കെ ട്രൈ ചെയ്യാം. ഇപ്പം ഞാൻ ബെറി ചോക്ലേറ്റ് ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ബെറി ചോക്ലേറ്റിന് പറഞ്ഞു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കാരണം അവരുടെ ഫ്രഷ് സ്ട്രോബെറിയിൽ അവരുടെ ഹോം മെയ്ഡ് ചോക്ലേറ്റാണ് അവർ ഒഴിച്ച് തരുന്നത്. എനിക്ക് അത്ര ഹോം മെയ്ഡ് ചോക്ലേറ്റിൻ്റെ ഫാൻ അല്ല ഞാൻ. കാരണം ഹോം മെയ്ഡ് ചോക്ലേറ്റിന് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ പണ്ട് വാഗമണ്ണൊക്കെ പോയി കഴിച്ചപ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനിങ്ങനെ റിസോർട്ടിലൊക്കെ കൊണ്ടുവന്നിട്ട് ഞാനത് ട്രൈ ചെയ്യാം. എൻ്റെ വെപ്രാളം കാരണം ഞാനത് ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഞാൻ ആ സാധനം അത്രയും എക്സൈറ്റ്മെൻറ്റ് കൂടെ തുറന്നു. ഞാൻ തിരിഞ്ഞിട്ട് നോക്കുന്നത് എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നായിരുന്നു. ഞാൻ നല്ലപോലെ വീഡിയോ എടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ തണുപ്പ് കാരണം ജാക്കറ്റും എടുത്തില്ല. എനിക്ക് അത്യാവശ്യം ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ നിന്നിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കഴിക്കാനുള്ള ക്യൂരിയോസിറ്റി കാരണം വേഗം തുറന്നു. എനിക്കെൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കര അത്രയും എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നു. ടേസ്റ്റ് എങ്ങനെയായിരിക്കും മേടിച്ചിട്ട് കൊള്ളില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കഴിച്ചപ്പോൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഒന്നും പറയത്തില്ല. അത്ര നൈസ് സാധനം, ഭയങ്കര തിക്കായിട്ടുള്ള ചോക്ലേറ്റാണ്. അതിനകത്ത് നല്ല ഫ്രഷ് നമ്മുടെ അടുത്തെ സ്റ്റിക്കി പോലത്തെ സ്ട്രോബെറീസ് ഒന്നും അല്ല കേട്ടോ. ഇനി ഇവിടുത്തെ തന്നെ കൃഷി ചെയ്ത് നല്ല ഫ്രഷ് സാധനമാണ് ഇട്ടേക്കുന്നത്. ഞാൻ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വാങ്ങിയെങ്കിലും പാതി ആക്കിയതിന് ശേഷമാണ് ഞാൻ റൂമിലേക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വരുമ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സ്പോട്ടാണ്. പിന്നെ അതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ ജസ്റ്റ് സ്ട്രീറ്റൊക്കെ കറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും വരുന്ന സമയത്ത് ഞാൻ ഒരു 5-6 വട്ടം ഊട്ടിയിൽ വന്നിട്ടുണ്ട്. ആ വരുന്ന സമയത്തൊക്കെ ഞാൻ ഗാർഡൻസ്, പൈൻ ഫോറസ്റ്റ്, ഏതെങ്കിലും നല്ല നല്ല റിസോർട്ട് എടുക്കുക, ആ ചോക്ലേറ്റ് ട്രൈ ചെയ്യുക, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം എനിക്കൊരു ഇതുണ്ടായിരുന്നു. റീലൊക്കെ കണ്ടിട്ട് ഞാൻ നല്ല സ്പോട്ടൊക്കെ പോയി ഫുഡ്സൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹത്തോടാണ് ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഒട്ടും പ്ലാൻഡ് അല്ല, എന്നാലും വന്നപ്പോൾ ഞാൻ കുറേ നോക്കിയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവിടുത്തെ കുറേ സ്ട്രീറ്റൊക്കെ ഞങ്ങൾ നിരങ്ങി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുത്തെ എല്ലാ ചോക്ലേറ്റ്സൊന്നും അല്ല ട്രൈ ചെയ്തത്. വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ്സ് മാത്രമാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ റോഡിൽ കൂടെ ഫോണിലിങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഫ്ലാഷിങ്ങിൻ്റെ വരികയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുക, കൊച്ചു എന്താ കാണിക്കുന്നത് ഈ മഴയതെന്നൊക്കെ ചെറിയൊരു ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മാത്രമാണ് ഇത്രയും ഒരു ബഫി ആയിട്ടുള്ള ഒരു ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട്. എൻ്റെ ഊട്ടിയിലെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. സൺഡേ ആണ്. നാളെ മൺഡേ രാവിലെ ഞാൻ നാട്ടിലേക്ക് എന്ന് വെച്ചാൽ കോളേജിലേക്ക് പോകും. സോ എൻ്റെ ബാക്കി വീഡിയോസൊക്കെ ഇനി ഹോസ്റ്റലിൽ വെച്ച് കാണാം. അത്രേ ഉള്ളൂ. ടാറ്റാ ബേബി.